നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് 427 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ഫ്ലവറിങ്, no to nothingness, and celebration. Okay, no to nothingness. Okay, see, പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷനിൽ ഒരു നോ ടു നത്തിങ്നെസ് ആയിരിക്കാം, മൊത്തത്തിലൊരു ശൂന്യതയായിരിക്കാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇനി ഒരു റിലേഷനിൽ എനിക്കൊരു ഹോപ്പ് വയ്ക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്കുള്ള തോട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് നിങ്ങൾ ടോട്ടലി ബ്ലാങ്ക് ആയിരിക്കാം. ഓക്കെ, ഇനി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? മേ ബി നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കുന്നുണ്ടാവും, അതിന് ശേഷമായിരിക്കും റിലേഷൻഷിപ്പിലായിട്ടുള്ളത്. ആ ഒരു എനർജീസ് ആവാം. സോ എന്താണെങ്കിലും സംതിങ് ഈസ് റിലേറ്റഡ് ടു സെലിബ്രേഷൻ. ഈ ഒരു വ്യക്തിയെ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് നിങ്ങൾ മേ ബി എന്താ പറയുക, എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കാം കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. ലെറ്റ് മീ clarify this card. Postponement, morality, postponement and intensity. Bottom of it, the fighting. ഈ ഒരു ഫൈറ്റിംഗ് കാർഡ്സ് എന്താ പറയുന്നതെന്നറിയോ? അത് ഇന്നർ കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ പറയുന്നത്. ഇന്നർ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ആ ഒരു എനർജീസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സംതിങ് ഈസ് റിലേറ്റഡ് ടു പാസ്റ്റ് ഇഷ്യൂസ്. നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു മൊമെൻറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായതും അങ്ങോട്ടൊരു സെപ്പറേഷൻ ഫേസിലേക്ക്, ഒരു നോ കോൺടാക്റ്റിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് നോക്കുവാണെങ്കിൽ ആൾ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും ചിന്തിക്കുന്നുണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ചിന്തിക്കുന്നുണ്ട്. ഈ റിലേഷൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ചിന്തിക്കുന്നുണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ചിന്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കും. എന്താണ് മൊറാലിറ്റിയുടെ എനർജീസ് എന്താണ് പറഞ്ഞത്? ലൈക്ക് ഒരു റിലേഷനിൽ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. പക്ഷെ എന്താണ് ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഏതൊരു ബന്ധത്തിലാണെങ്കിലും എപ്പോഴും ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു നെഗറ്റീവ് സൈഡും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും. സോ ഈ റിലേഷനിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം, നിങ്ങളോട് ജസ്റ്റിസ് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളൊരു തോട്ട്സ്, അല്ലെങ്കിൽ ആൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. അപ്പം ആ ഒരു തോട്ട്സ് ഉണ്ടല്ലോ, ആ ഒരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നന്നായിട്ട് ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു വ്യക്തി ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ റിലേഷനിൽ. ഫ്ലവറിങ്ങിൻ്റെ കാർഡ് റീകൺസിലേഷനെയാണ് കാണിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെലിബ്രേഷൻ്റെ കാർഡും റീകോൺസിലേഷനെയാണ് കാണിക്കുന്നുള്ളത്. പക്ഷേ എന്താണ് റീകോൺസിലേഷൻ ഇഷ്യൂസ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ട് നിൽക്കുന്നുള്ളത്? ഈ ഒരു ഫൈറ്റിംഗ് എനർജീസ്. അതായത് മൈൻഡ് പറയുന്നു നോ, വേണ്ട, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട. ഹേർട്ട് പറയുന്നു നോ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബിക്കോസ് ഈ റിലേഷൻ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് ഈ ഒരു വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ എനിക്കത് ആ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ഡീപ്പർ ലെവൽ ഓഫ് കണക്ഷൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് റിലേഷൻ വേണം എന്നാണ് ഹേർട്ട് പറയുന്നുള്ളത്. സോ ഒരു ഐസൊലേഷൻ ഫേസിലാണ് ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ നോക്കുന്നുണ്ട് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ലൈക്ക് എന്താണ്, ഡയറക്റ്റ് വേയിൽ വരാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കണക്റ്റഡ് ആവാൻ എന്ന് ഈ ഒരു വ്യക്തി നോക്കുന്നുണ്ട്. ഡയറുമായിട്ട് വെച്ച് ചെക്ക് ചെയ്യാം. ടവർ എനർജി. ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു ടവർ എനർജീസ് ആണ് നടക്കുന്നത്. ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർമിക് ഫേസ് ആണ് ഇപ്പം നിങ്ങളുടെ റിലേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കാർമിക് ഫേസ് എന്താണ്? കാർമിക് ഫേസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളുടെ കർമ്മ റിലീസ് ചെയ്യാനാണ് കാർമിക് ഫേസുകൾ വരുന്നുള്ളത്. അപ്പം ആ ഒരു കർമ്മേനെ നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങളുടെ ഇടയിൽ റിലേഷനിലുള്ള ഒരു കാർമിക് ഫേസിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു എനർജീസിനെയാണ് നമ്മളിവിടെ കാണുന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ശരി, ലൈക്ക് എന്താ പറയുക, ഈ ഒരു ട്രിഗർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലുള്ള ഈ ഒരു ടവർ മൂവ്മെൻറ്റ് എനർജി ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പറയത്തില്ലേ, നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക,
നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഈ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഹേർട്ടാകും എന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, ആളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു എനർജിയിൽ നിൽക്കുകയാണ്. ലൈക്ക് ഞാൻ ഹേർട്ടാവരുത് എന്നുള്ളൊരു എനർജിയിലാണ് ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. ഒപ്പം ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജീസാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് സംതിങ് ഈസ് മെയിൻറ്റെയിൻ, അതായത് എന്തോ രണ്ട് കാര്യത്തിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടാവാം. ഫാമിലി ആയിരിക്കാം, ഫാമിലി ഉണ്ട്, നിങ്ങളുണ്ട്, നിങ്ങൾ രണ്ടുപേരെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം. നിങ്ങൾ വൈഫായിരിക്കാം ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഫാമിലി റെസ്പോൺസിബിലിറ്റിയാണ്. ഫാമിലി ഉണ്ട്, നിങ്ങളുണ്ട്, എങ്ങനെ രണ്ടുപേരെയും ഡീൽ ചെയ്തുകൊണ്ട് പോകും. അപ്പം ആ ഒരു എനർജീസും ആൾക്ക് നല്ല രീതിക്ക് ഡൗൺ ആയിട്ട് മൈൻഡിലുണ്ട്. എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ട്സാണ് ആളുടെ മൈൻഡിലുള്ളത്. സെയിം ടൈം ഞാൻ പറഞ്ഞല്ലോ, ആൾക്ക് നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട്ട് കണക്റ്റഡ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഇവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ശരിക്കും അവരൊരു ഇല്യൂഷനിലാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആയിട്ട് ഐഡിയൽസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ലൈഫിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലൊക്കെ ലൈക്ക് ആൾക്ക് മൊത്തത്തിൽ എല്ലാം ആലോചിക്കുമ്പം ഒരു വട്ട് പിടിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഇല്യൂഷൻ, എല്ലാം ഒരു ഇല്യൂഷനായിട്ടാണ് തോന്നുന്നത്. ചില സമയത്ത് തോന്നും ഇത്രയധികം പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ചില സമയത്ത് ഫീൽ ചെയ്യും ലൈക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ, എല്ലാ പ്രശ്നങ്ങളും എൻ്റെ മൈൻഡിൻ്റെയാണ് എന്നുള്ളൊരു തോട്ട്സ് ആൾക്ക് ഇവിടെ വരും. ശരിക്കും ഇങ്ങനെ ഒരു തോട്ട്സ് വരാൻ റീസൺ നിങ്ങളുടെ ഇടയിലുള്ള കർമ്മയാണ്. ആ കർമ്മ റിലീസ് ചെയ്യാനുള്ള ഒരു ടൈം ആയതുകൊണ്ടും ആ ഒരു ടവർ മൂവ്മെൻറ്റ് ആയതുകൊണ്ടുമാണ് ഇത്രയും ഇഷ്യൂസ്. ക്യൂൺ ഓഫ് സോൾസിൻ്റെ എനർജീസ്. പിന്നെ അത് മാത്രമല്ല, ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഡോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു വിഡോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. അപ്പം അവരവരുടെ ലൈഫിൽ നിന്ന് കുറേയധികം ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ലെസൺസ്, ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഒത്തിരി അധികം പാടുപെട്ടിട്ടായിരിക്കും അവർ വെളിയിൽ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു ലേഡിക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ഇന്നർ സ്ട്രെങ്തും വിസ്ഡും ഒക്കെ എപ്പോഴാണ് നമുക്ക് വരുന്നത്, നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പം ആ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഒത്തിരി അധികം ഇന്നർ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേഡി ചിന്തിക്കുന്നുണ്ടാവും ലൈക്ക് ഇതിന് മുമ്പ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, ഇനി ഒരു തവണയും കൂടി ഇത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കുകയല്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കാം ഈ ഒരു വ്യക്തി ഇരിക്കുന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നുള്ളത്. ലൈക്ക് ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത് അങ്ങനെയായിരിക്കും. നിങ്ങൾ ഭയങ്കര റൂഡാണ്, നിങ്ങളൊരു പൊടിക്കുള്ള അഡ്ജസ്റ്റ് ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നുള്ള രീതിക്ക്. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളുടെ ഇടയിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ബാലൻസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. ഒരു വ്യക്തി കുറച്ച് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കുറച്ച് താന്ന് തന്നാലും നിങ്ങൾ ശരിക്കും ക്യൂൺ ഓഫ് സോഴ്സിനെ പോലെ അതായത് ഈ ഒരു എനർജിയിൽ നിൽക്കും എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. അതാണ് മെയിൻ ഇഷ്യൂസ്. ലൈക്ക് ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവരെ പറ്റിച്ചിട്ട് പോയി എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ, ഇങ്ങനെ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇവർ ചിന്തിക്കുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ റിലേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഒരു എനിമി ആയിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ളത്. വളരെ ഹേർട്ടാണ്. ഓൾറെഡി ഐ ടോൾഡ് യു, ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഹേർട്ടാണ്. ലൈക്ക് നല്ല രീതിക്ക് ഹേർട്ടാണ്. ലൈക്ക് നമ്മൾ പറഞ്ഞ പീരീഡ് ഓഫ് ഡിഫിക്കൽറ്റി ഓർ ഹാർഡ്ഷിപ്പ് യൂഷ്വലി ഓൺ എൻ ഇമോഷണൽ ലെവൽ. ഇമോഷണൽ ലെവലിൽ നല്ല രീതിക്ക് എന്താ പറയുക, ഒരു വളരെയധികം ബുദ്ധിമുട്ടാണ് ഓവർകം ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷൻസിനെ. അതാണ് എനിക്കിവിടെ. കൺഫ്യൂസ്ഡ് ആയിരിക്കാം, അപ്സെറ്റ് ആയിരിക്കാം, ഈവലായിട്ടുള്ളൊരു എനർജീസിലായിരിക്കാം. സോ ഒരു എനർജീസാണ്. അല്ലെങ്കിൽ ഹീ ഈസ് ഫീലിംഗ് ലൈക്ക് ഇമോഷണലി ചീറ്റഡ്, നിങ്ങളിവരെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു തോട്ട്സിലും ആയിരിക്കാം ഈ ഒരു വ്യക്തി ഒരു ടൈമിലും ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തി റിലേഷനിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുള്ളത്. കാരണം കുറേയധികം തോട്ട്സുകളും കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. ദേ നീഡ് ക്ലാരിറ്റി. ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെൻ്റൽ ക്ലാരിറ്റി, ഞാൻ നോർമൽ ക്ലാരിറ്റി അല്ല, മെൻ്റൽ ക്ലാരിറ്റി. മെൻ്റൽ ക്ലാരിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. മെൻ്റൽ ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു അഡീഷണൽ മെസ്സേജാണ്, ലീഗൽ മാറ്റേഴ്സ് നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്ട്സ് ഒക്കെ അതിലൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് അതിൻ്റെ പേരിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ അതിലൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വരാൻ പോവുകയാണ്. ആ ഒരു എനർജീസും എനിക്കിവിടെ കാണുന്നുണ്ട്. കാരണം ഒരു മേജർ ബ്രേക്ക് ത്രോ ആണ് ഇവിടെ കാണാൻ പോകുന്നത്. ന്യൂ ബിഗിനിങ്. ഇവിടെ റിലേഷനിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള തോട്ട്സിലും ചേഞ്ചസ് വരുന്നുണ്ട്. ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്.
ഒരു ലൈഫിലല്ലാതെ പ്രസൻ്റ്ലി എന്തൊക്കെയോ ഒരു ഇമോഷണൽ ലോസാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ ഇഷ്യൂസ് ഇവരുടെ ലൈഫിൽ പേഴ്സണലി ഉണ്ട്. ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം. നല്ല രീതിക്ക് ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എനിക്ക് ഒരു ടൈമിലൂടെ കാണാൻ പറ്റുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, കാണാൻ പറ്റുന്നുള്ളത്. അപ്പം ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ന്യൂ ബിഗിനിങ് ഉണ്ട്. കുറച്ച് താമസമാണ്, പക്ഷേ ഇവിടെ ന്യൂ ബിഗിനിങ് ഉണ്ട് ഉറപ്പായിട്ടും. നിങ്ങൾ ന്യൂ ബിഗിനിങ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് ഡൗൺ ആവണ്ട. ഈ ഒരു എനർജീസ് വളരെ പോസിറ്റീവ് എനർജീസാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫേവറിലുള്ള ഒരു എനർജീസാണ്. സോ യെസ്, ന്യൂ ബിഗിനിങ് ഉണ്ട്. താങ്ക് യു.